എല്ലാ സ്വത്തും കോക്കിലാക്ക് കൊടുത്തു. 250 കോടി എല്ലാ സ്വത്തും കോക്കിലാക്കും എൻ്റെ അമ്മയ്ക്കും. ഞാൻ പാപ്പറാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെ ഒന്നും பண்ண முடியாது. வேணா அரெஸ்ட் பண்ணிட்டு போங்க, பரவாயில்ல. தேங்க்யூ ஸோ மச். ஓகே, என்ன பண்ண முடியும்? ഒന്നും பண்ண முடியாது. നിമ്മതിയാ വിട്ടാ മതി, വേറെ ഒന്നും വേണ്ട. ഇത്രയൊക്കെ ചെയ്യാൻ എന്താ കോകില ചെയ്തത്? ബാലൻ ചേട്ടന് വേണ്ടിട്ട് എന്താ ചെയ്തത്? நம்பிக்கைடா. ஒரு ஃபோட்டோ காட்டினா நெட்டி போயிருவீங்க. ஃபோன் இல்லை. இல்லை ஒரு ஃபோட்டோ என்கிட்ட இருக்கு. இப்போ பிறந்த நாளுக்கு தானே வந்திருக்கீங்க. உன்னைய ஃபோன் இல்லை காட்டுறேன். நீங்களுக்கு சிரிக்க கூடாது. இல்ல കളിയാക്കാൻ പാടില്ല. അവിടെ സ്റ്റില്ലാക്കി പിടിക്കാം. അങ്ങനെ വെച്ചാൽ ഓക്കെ, അങ്ങനെ പിടിച്ചാൽ മതി. ഇതാണോ കോകിലക്കാണോ ഫീഡ് ചെയ്യുന്നത്? ഇതും ബർത്ത്ഡേവാ. ഇത് എത്രാമത്തെ ബർത്ത്ഡേ കോകിലയുടെ? 6 വയസ്സ്, 6-7 വയസ്സ്. അന്ന് അറിഞ്ഞില്ല ജീവിതം എന്താണ്. പിന്നെ അവൾക്കും പ്രായം കുറഞ്ഞു പോയി. ഇല്ലെങ്കിൽ കട്ടിയാണ് മുന്നേ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാവരും நல்லா இருக்கணும். എനിക്ക് யாருமே ശത്രു ഇല്ല. എല്ലാവരും നന്നായിരിക്കണം. അന്ന് അറിയില്ലായിരുന്നു എൻ്റെ എല്ലാ സ്വത്തിനും അവകാശി കോകില എന്നുള്ളതല്ലേ? ഞാൻ കൊടുത്തിട്ടേ അവിടെ പിടിച്ചു പോச்சு. ഒന്നുമില്ലാத ആളെടുത്ത് எப்படி കേസ് போட முடியும்? ഒന്നുമില്ലാத ആളിനെ. ഇപ്പൊ ബാലൻ ചേട്ടന് ഒരു 10 രൂപ വേണമെന്നുണ്ടെങ്കിൽ കോകില തരണം. ആ തരണം. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ഞാൻ പുറത്ത് പോയി പറ്റും. ഇതാണ് സത്യം. തമിഴ്നാട്ടിൽ ജയന്റവിക്കെതിരെ ഇതുപോലെ ഒരു അലിഗേഷനും ഒരു അറ്റാക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബാലചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇല്ലല്ലപ്പ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ജയം രവിയുടെ അച്ഛനടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. ഇത് മിനിങ്ങാന്ന് ഞങ്ങൾക്ക് കാൽ വന്നിരുന്നു. ഫ്രൈഡേ തന്നെ ഡേ ബിഫോർ എസ്റ്റേ, നേത്തിലല്ല முந்தானேத்து வந்திருந்தோம். அந்த காலில் தான் ப்ரொவோக் ஆகிட்டேன் நான். அப்போ ஃபஸ்ட்லேருந்து சொல்கிறேனே, ஆக்ஷன் இஸ் டிஃப்ரெண்ட். நான் ரியாக்ட் பண்ணுறேன். என்னை அடிக்கான்னு வந்தால் நான் என்ன சேஃப் ஆகிடும், என் குடும்பத்தை நான் காப்பாற்றணும். இதுதான் நான் பண்ணுறேன். കളിയാക്കിട്ട് പുറത്തിരുന്ന് ഒന്നും അറിയാണ്ട് വീട്ടിനകത്തിരുന്ന് ക്യാമറാവും പിടിച്ചിട്ട് അടുത്തവൻ കുടുംബത്തെക്കുറിച്ച് അടുത്തവൻ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഈ மாதிரிலாம் மீடியா கிடையாது. நீங்களுக்கான மீடியா, சேட்டலைட் சிக்னல்ஸ் மீடியா. ചുമ്മാ വീട്ടിലിരുന്നിട്ട് ഇവിടെ മൊബൈൽ വെച്ചിട്ട് അതെല്ലാം മീഡിയ അല്ലേ? ബാലൻചേട്ടാ, അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ? അപ്പൊ അവർ കൂടുതലായിട്ടും പറയുന്നത് ബാലൻചേട്ടാ ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ. 2 വർഷമാ ഞാൻ പേസല. 2 കൊല്ലമായിട്ട് ഞാൻ മിണ്ടിയില്ലല്ലോ. 2 കൊല്ലമായിട്ട് ഞാൻ മിണ്ടിയില്ലല്ലോ. മിണ്ടിയോ? ഇല്ല. ഇപ്പം വരാൻ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മാത്രമല്ല വിക്ടിം, എന്നെ പോലെ കുറേ വിക്ടിംസ് ഉണ്ട്. ഓരോരുത്തർ വിളിച്ച് പറയാം, ബാലചേട്ടാ ഇത്ര പേർക്ക് ഇത്ര കോടി കൊടുത്തു, ഞങ്ങൾ കാശ് വേണ്ട, നിങ്ങൾ ന്യായത്തെ തുറന്നു പറയുമോ? പറ്റുന്നില്ലടാ, എനിക്കും പറ്റുന്നില്ലടാ തമ്പിന്ന് ഞാൻ പറയുന്നു. വിധി എന്നെ പറഞ്ഞ முடியும்? ബാലൻചേട്ടാ, ഈ 10 വർഷം കിട്ടാത്ത സമാധാനം ഇനി എപ്പോൾ കിട്ടും? சமாதானமாக தான் இருக்கு. இடையில இந்த டார்ச்சர், ரொம்ப டார்ச்சர். நீ வேணா பார்த்துக்கோ, அடுத்த ஃபங்க்ஷன் வரும்போது கேஸ் வரும், பார்த்துக்கோ. போதும்ல? சரி, நான் സിനിമ അഭിനയിക്കാൻ പോവാ. ഇന്നലെ എൻ്റെ ശനി തീർന്നു. കറക്റ്റ് 26-ാം തീയതി. ഇന്ന് 27, എൻ്റെ ഭാര്യയുടെ പിറന്നാൾ. ഇന്ന് ശുക്രദശ സ്റ്റാർട്ട് ആവുന്നത്. എന്നെ വെച്ച് പടം ചെയ്താൽ എല്ലാവരും നന്നായിരിക്കും. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരും എല്ലാവർക്കും நாங்கள் ஒரு ரிக்வெஸ்ட் பண்ணுறோம். எல்லாரும் ரிக்வெஸ்ட் பண்ணுறோம். ഞാനും എൻ കുടുംബവും യാർക്കും ദ്രോഹം பண்ணல, നന്മ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കാதீங்க, எங்களை വെറുതെ വിടുங்க. உங்களுக்கு நான் கொடுக்க காசு தானா, அதுவும் ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞു. ഇട്ട് ബാലാങ്കര വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ് എല്ലാം മനസ്സിലാക്കി. കോകിലയുടെ ഈ ബർത്ത്ഡേ സ്പെഷ്യലാണോ? എന്താ പറയുക, എല്ലാ ബർത്ത്ഡേ സ്പെഷ്യൽ തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം
5000 പേർക്ക് അന്നദാനം ചെയ്തു. ഓ ഈ കൊല്ലം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ഗിഫ്റ്റ് എന്താ കോകിലേക്ക് കൊടുക്കാൻ? ഗിഫ്റ്റാ? ആ. അപ്പോൾ നിങ്ങൾ ക്യാമറ എங்கே വെച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? എന്താ ഗിഫ്റ്റ് പറ. മാലയാ? അയ്യോ ഇപ്പം ഇത് കാണിക്കുന്നത് കൊണ്ട് ഇനിയും കേസ് വരുമോ എനിക്ക്? ചുമ്മാ. അത് മാത്രമല്ല കോക്കില തിരിച്ച് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. ഇത് പുതിയതല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ല? ആമാ. ഓക്കെ. ഇത് അവളുടെ അനിയത്തി, ഇത് എന്നോட ചിറ്റപ്പ, அவங்க அம்மா, இது அனுப என் தம்பி, എല്ലാവരും ഉണ്ട്. ആം 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 എല്ലാവരും ഇതിനു വേണ്ടി വന്നതാണ്. നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷം. സമാധാനം എങ്ങനെയുണ്ട്, കിട്ടുന്നുണ്ടോ? நல்ல கேள்வி. நல்ல கேள்வி. അല്ല എല്ലാം சொல்ல ഉണ്ട്. நினைக்கிறீங்களா? അല്ല പറഞ്ഞിട്ടാ എല്ലാം ഉണ്ട്, പക്ഷെ ഒരാൾക്ക് വേണ്ടത് സമാധാനമാണല്ലോ. ആ സമാധാനം തീർച്ചയായും. സമാധാനത്തിനേക്കാളും ഒരു കാര്യം കൂടെ പറയട്ടെ. ഏതോ ഒരു മനുഷ്യനും റോട്ടിൽ പോகிற പട്ടിക്ക് പോലും ന്യായം കിട്ടണം. അതിനു വേണ്ടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വീഡിയോ വന്നു, തമിഴ്നാട് മുഴുവൻ എല്ലാ ഇടത്തുலையும் വന്നു, ഇവിടെയും എല്ലാം അത് ചർച്ചയാണ്. ഇന്നൊരു നല്ല ദിവസം. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, 2 കൊല്ലമായി ഞാൻ ഏതെങ്കിലും കോൺട്രവേഴ്സിക്ക് വന്നോ? ഇല്ല. ഇതേ സ്ഥലത്ത് നിങ്ങളെല്ലാവരും വന്നിരുന്നു പറയുന്നത്, ഞാൻ സത്യം ചെയ്തു, ഞാൻ മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ജീവനായിട്ടിരിക്കുന്നവരെ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇതുവരെ ഞാൻ മിണ്ടിയിട്ടുണ്ടോ? പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും എൻ്റെ ഫാമിലിയും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, 4 പേർക്ക് നല്ലത് ചെയ്യുന്നു. അത് പിന്നെയും മാല മേടിച്ചാൽ കേസ്, കാറ് മേടിച്ചാൽ കേസ്, അവിടെ ബിസിനസ് പൊട്ടിപ്പോയാൽ കേസ്. ഇപ്പം ഞാൻ എന്താ അടിമയാണോ ATM ആണോ? ഇത് ഞാൻ എന്താ പ്രൊവോക്കാവുന്നത്? ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യം, സോറി കൊഞ്ചം ത്രോട്ട് ആക്ഷൻ ഇസ് ഡിഫറെൻറ്റ്, റിയാക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ഞാൻ ചെയ്യുന്നത് റിയാക്ഷനാണ്. ആക്ഷൻ എങ്ങനെ വരുത്? ഒരാളെ എന്നെ അടിക്കാൻ വരുമ്പോൾ ഞാൻ തടയുന്നുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണ്ടേ? എന്നെ വിശ്വസിച്ചില്ല വന്നത്. ഞാൻ എൻ്റെ കുടുംബം നോക്കണ്ടേ? എന്നെ വിശ്വസിപ്പോൾ എത്ര പേരുണ്ട്? എത്ര പേർക്ക്? നിങ്ങളെല്ലാവർക്കും അറിയാം. ഇത് പറഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്നത് പോലെ ഇരിക്കും. ഒരു കാൽ വന്നത് കൊണ്ടാണ് പ്രൊവോക്കായത്. ഞാൻ பேசுங்க சித்தப்பா. பாலா இப்போ மறுஜென்மம் எடுத்து வந்திருக்கு. அது லைஃப்ல நிம்மதியாகவும் எல்லா சுகத்தோடும் ஆரோக்கியமாகவும் உங்கள் எல்லாரோடைய உதவியோடையும் சப்போர்ட்டோடையும் நீண்ட காலம் சிறப்போடு வாழணுங்கிறது தான் எங்களோட இது. யாருக்கும் எதிரி இல்லை, எல்லாரும் நண்பர்கள் தான். எவ்வளவோ தர்ம காரியம் பண்ணிட்டு அது ரொம்ப கோடிக்கணக்கில் நம்ம குடும்பம். அது தமிழ்நாட்டில் எங்களுக்கு பெருமையாக இருக்குது. எல்லாரும் வந்து கேட்குறாங்க, உங்கள் பையன் எங்களுக்கும் ஏதாவது பண்ணாரா? அவர்கிட்ட இருக்க வரைக்கும் யாருக்கு தேவையோ அவரால் முடிஞ்ச வரைக்கும் எல்லா உதவியும் பண்ணுவார். அவர் யாருக்கும் கெடுதல் பண்ணதே இல்லை, பண்ணவும் மாட்டோம். எங்கள் குடும்ப பரம்பரையே அப்படி தான் அப்படின்னு எல்லாருக்கும் சொல்லுவோம். உங்களுடைய எல்லாருடைய சப்போர்ட்டாலையும் அவர் நீண்ட ஆயுசோடையும் நிறைந்த செல்வத்தோடையும் நல்ல ஆரோக்கியத்தோடும் பல நூறாண்டு வாழணும்னு வாழ்க்கை. ஒரு ஃபோன் கால் வந்ததுப்பா, அதில் தான் நான் புறவோக்கு ஆயிட்டேன். നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു 2 ലക്ഷം രൂപ ചതിക്കുമെന്ന്. 2 ലക്ഷം രൂപ ചതിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക്? പക്ഷേ ഇതൊക്കെ ഇപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല, പേര് പറയാൻ പറ്റില്ല, കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഉപദ്രവിച്ചു കൊണ്ടേ ഇരുന്നാൽ എന്താ? മാക്സിമം എന്നെ അറസ്റ്റ് பண்ண போகிறீங்க, பண்ணுங்க. ஸ்ரீ சுரக்ஷன்னா இப்போ என் ஒய்ஃபு ஸ்திரீ இல்லையா? இது ஸ்திரீ இல்லையா? இது உங்கள் அம்மா ஸ்திரீ இல்லையா? டவுட்டாக தான். நியமம் കോടതിங்கிறது என்ன? ഒരു ശിക്ഷ കൊടുക്കാനല്ലപ്പ നിയമം. തെറ്റ് ചെയ്താൽ അവരെ തിരുത്തുന്നതാണ്, അവരെ നന്നായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുവരുന്നതാണ് നിയമം. തെറ്റേ ചെയ്യാതെ ഒരാൾക്ക് ശിക്ഷ കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ അവൻ എന്ത് ചെയ്യും? അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കിരുന്നു, ഞാൻ അനുഭവിച്ചു. ഇപ്പം എനിക്ക് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്.
ഇന്നൊരു സന്തോഷ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പോഴും പറയും എമോഷൻ ആയിട്ടാ, സോറി ആ ഒരു ഫോൺ കോൾ വന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. പറയാൻ പറ്റില്ല. അത് അത്രയും അല്ല, ആളുകൾക്ക് അറിയാലോ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത്രയും മോശമായിട്ടുള്ള ഒരു ഫോൺ കോളാണ്. അല്ല, ജനങ്ങൾ അറിയണല്ലോ. ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് തുറന്ന് പറയാണ്ടിരിക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ ബാലൻ ചേട്ടനെ ചിലപ്പോൾ അംഗീകരിച്ചു എന്ന് വരില്ല. അപ്പോൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എൻ്റെ കയ്യിൽ വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. ആ. ഇപ്പം പറയാണ്, എന്നെ ഇനിയും ഉപദ്രവിച്ചാൽ അത് ഞാൻ പുറത്തിടും. ഒരു ഘട്ടം ശേഷം എനിക്ക് ദേഷ്യം വന്നപ്പോൾ എൻ്റെ ചിറ്റപ്പ കയ്യിലാണ് ഫോൺ കൊടുത്തത്. അല്ലേ ചിറ്റപ്പ? நாங்கள் குடும்பத்துக்கே ஷாக் ஆகிட்டோம். நீங்கள் என்ன சொன்னீங்கன்னு சொல்லுங்கள். அந்த ஃபோன் பண்ணவங்கள்ட்ட கேட்டேன், இது எப்போவோ முடிஞ்சு 10 வருஷத்துக்கு முன்னாடி முடிஞ்சதை திருப்பி எதுக்கு, இது என்ன இது அப்படின்னு சொல்லி മനസ്സിലാവുന്നുണ്ടോ മലയാളം? മലയാളത്തിൽ 10 കൊല്ലം മുമ്പ് முடிஞ்சது இப்போ எப்படி திருப்பி திருப்பி எதுக்கு, அதுவும் எல்லாமே முடிஞ்சு வேண்டியது எல்லாம் கொடுத்து இனிமே எதுவும் எனக்கு தேவையில்லை அப்படின்னு புரியுது. முடிஞ்சதுக்கு அப்புறம் அது திருப்பி என்ன அப்படின்னு கேட்கும்போது அதுக்கு சரியான விளக்கம். என்னுடைய ചോദ്യം இதுதான். பேஸ் சொல்லு. ചേട്ടാ, 250 കോടി സ്വത്തുള്ള ഒരാൾ 2 ലക്ഷം രൂപയ്ക്ക് പറ്റിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ അത്? காமெடி இல்லை, காமெடி இல்லை. அங்கேருந்து ஸ்டார்ட் பண்ணி அதாவது சீட்டாட்டம் மாதிரிப்பா, சீட்டுக்களி போல் ചുമ്മാ 2 ഇട്ടിട്ട് രാജാവ് വിളിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അത് അറിയാനൊരു ക്യൂരിയോസിറ്റി. ഞാൻ ആദ്യം തൊട്ട് പറയാറില്ലേ ഇത് പൈസക്ക് വേണ്ടിയുള്ള കളിന്ന്. ഞാൻ എത്ര കൊല്ലമായിട്ട് പറയുന്നു, നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ഫസ്റ്റ് 10 കൊല്ലം മുമ്പെന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നാണ് ഞങ്ങൾ. നീ പൊട്ടനാ? നിനക്ക് തന്നെ മനസ്സിലാവും. പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ എനിക്ക്. നന്ദി சொல்லு. எல்லாருக்கும் ரொம்ப நன்றி. என்னுடைய பர்த்டே என்ன வந்தது, பயங்கர சந்தோஷம். ഇപ്പോൾ ഇല്ല, ഒരു കാര്യം കൂടി, ഈ ബാലൻ ചേട്ടൻ ഇപ്പോൾ കോകിലേനെ സന്തോഷമാക്കി വെച്ചിട്ടുണ്ട്. 2-3 വർഷമായിട്ട് ഞങ്ങൾ കാണുന്നതാണ്. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ஆமா, വ്ലോഗ് എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയ എല്ലാ നിങ്ങളെ കാര്യങ്ങളും പോലും വിളിച്ചിട്ട് എത്ര നാളെ ആ. ഞാൻ വിളിച്ചിട്ടുമില്ല, എതുവുമേ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ പട്ടിക്കുട്ടികൾ, എൻ്റെ അനിയത്തിക്കുട്ടി, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. എന്താ പ്രശ്നം ഇപ്പോൾ? അപ്പോൾ ബാലൻ ചേട്ടൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിന് കാരണം ബാലൻ ചേട്ടനല്ല. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അതാണ് ഞാൻ കേட்குறேன். തിരിച്ച് അങ്ങോട്ട് ചോദ്യം ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യത്തെ നിങ്ങൾ அப்படியே ഇതാ പോടുங்க. ഞാൻ ഒരു വസ്തുവല്ല, ഞാൻ ഒരു വസ്തുവല്ല, ജീവനുള്ള മനുഷ്യനാണ്. ഇയാൾ ചത്തുപോയാൽ എന്ത് കിട്ടും? ഇയാൾ ചത്തുപോയാൽ എന്ത് കിട്ടും? മരണം വന്നാൽ എന്ത് കിട്ടും? മരണത്തിന് മുമ്പ് എന്ത് ഉറപ്പെന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഇല്ല, ഞാൻ ജീവനോട് ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ആണോ ഇല്ലയോ? അത് കേൾക്കുമ്പോൾ എത്ര വേദന വരും എനിക്ക്, എത്ര വേദന വരും. മരണത്തെ കണ്ടിട്ട് വന്നതാ. എല്ലാവർക്കും ഒരു കാര്യം പറയാണ്, മരണത്തെ മുഖാമുഖം കണ്ടവനാ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ കടമ എന്താ? എൻ്റെ കുടുംബത്തെ ഹാപ്പി ആയിരിക്കുന്നു. എന്നെയും കോകിലെയും വിഷം തന്നു കൊല്ലൂ എന്നുള്ള രീതിയിലടക്കം പറയുന്നുണ്ട് ബാലൻ ചേട്ടൻ 2 ദിവസം മുന്നിട്ട വീഡിയോയിൽ. ആ, അപ്പൊ അത്രയും വലിയൊരു ബുദ്ധിമുട്ട് തോന്നാൻ അതിൻ്റെ കാരണം അപ്പുറം കൂടെ ചെയ്യും നിയമം കിട്ടിയില്ലെങ്കിൽ. നോക്കിക്കോ, വേറെ എന്നാ பண்ணுവേ? ഭയങ്കര ടാർച്ചറല്ലേ. ഇപ്പം ഞാൻ സന്തോഷമായിട്ട് ഈ മാല എല്ലാം മേടിച്ചു. ഇവൾക്ക് വൈരം മക്കുത്തി, எங்கள் மாமியாருக்கு கோல்டு, சித்தப்பாவுக்கு செயின், இவனுக்கு ஒரு. என் குடும்பம் நல்லா இருக்கணும். நான் வேறு ஜீவத்துக்கு போயிட்டேன், வேற ஒரு ஜீவத்தில் நான் போய், ஓ நீங்களும் நன்னாയി ജീവിക്കുന്നുണ്ടോ? എനിക്കെന്താ? അപ്പം നിയമം എങ്ക? ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻറ്റ്. എന്നെ അങ്ങനെ വിളിച്ച് വരുത്തി പെട്ടെന്ന് വാ എന്നുള്ള വിളിക്കാൻ പാടില്ല. ഞാനിത് ദേഷ്യത്ത് കൂടെ പറയുന്നില്ല, സഹായിക്കുക. ഈ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആളെന്നാണ് അന്ന് തൊട്ടേ അതാണ്. അല്ലേ, ഒന്നും വേണ്ട ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് പിന്നീട് വേട്ടയാടുന്നത്. ശരി, ഞാൻ ഒരു ചോദ്യം മലയാളികൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഇന്നാണോ കോടീശ്വരൻ, ജനിച്ചപ്പോഴാണോ കോടീശ്വരൻ? ആ, പിന്നെ എന്തിനാപ്പ സാധാരണ ഒരു ഓട് വീട്ടിൽ ഞാൻ പോകണം? ഞാൻ എന്തിനാ പോകണം? ആവശ്യമുണ്ടോ? അവിടെ തന്നെ എന്താ പോയിന്റിൽ ക്ലിയർ അല്ലേ? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, ട്രൂ ലവ്. അപ്പം ആരെ പറ്റിച്ച്? ആരെ പറ്റിച്ച്? എനിക്ക് വേണമെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പ് ഓണറുടെ എന്ത് വേണമെങ്കിലും ആവാമല്ലേ?
മിനിസ്റ്ററോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്ത് വേണമെങ്കിലും ആവാമല്ലോ. ഇമോഷൻ വേണ്ട, ഇനി നല്ല ദിവസം അല്ല ഇതിപ്പോ ഈ ആളുടെ